കാനം രാജേന്ദ്രന് വിട. കാനം രാജേന്ദ്രന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം. മൃതദേഹം കൊച്ചിയിൽ നിന്ന് 9:30 വ്യോമമാർഗം തിരുവനന്തപുരത്തെത്തിച്ചു. പട്ടത്തെ CPI ഓഫീസായ PS സ്മാരകത്തിൽ മൃതദേഹം അല്പസമയത്തിനകം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും. വാഴൂരിലെ വീട്ടുവളപ്പിൽ നാളെയാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. VV അരുൺ തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം അരുൺ, അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് രാഷ്ട്രീയ കേരളം. കാനത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചതായി അറിയുന്നു. എപ്പോഴാണ് പൊതുദർശനം ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരം? അല്പസമയം മുമ്പ് കാനന്ദായന്റെ ഭൗതികദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർ വഴി CPI നേതാക്കൾ ഏറ്റുവാങ്ങി അവിടെ നിന്ന് വിലാപയാത്രയായി ഇവിടേക്ക് കൊണ്ടുവരും. PS സ്മാരകത്തിലാണ് പൊതുദർശനം. PS സ്മാരകത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അവസാന കാലത്ത് അദ്ദേഹം ഏറെ സമയം ചിലവഴിച്ച പാർട്ടി ഓഫീസാണ് സ്മാരക നവീകരണത്തിലെന്നാണ് കപ്പത്തെ സ്മാരകത്തിലേക്ക് CPIയുടെ ആസ്ഥാനം താൽക്കാലികമായി മാറ്റിയത്. അവിടെയാണ് ഈ കാനന്ദായന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അവസാന കാലം ചെലവഴിച്ചത്. അവിടേക്ക് ഏതാനും മിനിറ്റുകൾക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുവരും. ഇവിടെ CPIയുടെ പ്രധാന നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇച്ചുചേരാനും അടക്കമുള്ള CPM നേതാക്കൾ, CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. CPI ദേശീയ നേതാക്കളും ഇവിടെ ഉച്ചയോടുകൂടി PS സ്മാരകത്തിലെത്തി നമ്മുടെ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കും. CPI ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറി B. രാജേഖാൻ പാർട്ടിയിൽ സീനിയറായ നേതാവാണ് കാനം രാജേന്ദ്രൻ. വാസ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് എല്ലാ കാലവും ആ ബഹുമാനം ലഭിച്ചിരുന്നു. അടക്കമുള്ള നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, അവസാന കാലത്തെ പാർട്ടിയിൽ കാനത്തിന്റെ വിരുദ്ധ സ്ഥിതിയിലായിരുന്നു ഈ നേതാക്കൾ ഉള്ളതെങ്കിലും വലിയ വ്യക്തിബന്ധം അവരുമായി വലിയ വ്യക്തിബന്ധം കാനവുമായി പുറത്തിയ നേതാക്കളാണ്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ബഹുമാനവും അർഹിക്കുന്ന ബഹുമാനം അറിയിക്കൊണ്ട് യാത്രയെ കാനത്തിന് രാഷ്ട്രീയ കേരളം നൽകുക. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശുദ്ധിത യൗവനം എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് പിന്നീട് വളരെ വേഗത്തിൽ സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ അധികാര പദവികളിലെത്തുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2 തവണ പാഴും BJP സംഘടനയുടെ 3 തവണ തോറ്റേണ്ടതോടുകൂടി കാനന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിൻവാങ്ങുകയായിരുന്നു. കാനം രാജേന്ദ്രൻ രാഷ്ട്രീയത്തിൽ തന്നെ അസ്തമിച്ചു എന്ന പദവും വിജയ ആളുകൾ. പിന്നീട് സേതുവൻ രംഗത്ത് അസാമാന്യ നേതൃപാടവത്തോടെ കാനം രാജേന്ദ്രൻ ദേശീയതലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട നേതാവായി മാറുകയായിരുന്നു. 2015 CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ പിന്നീടുള്ള 8 വർഷക്കാലം തുടർച്ചയായി 3 തവണ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ അപൂർവതയിലേക്ക് ഒരുപക്ഷെ മറ്റു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ CPI എന്ന പാർട്ടിയെ സ്വന്തം കൈപ്പറിയിൽ എല്ലാം അവസാന വാക്കും തന്റേതാക്കി മാറ്റിക്കൊണ്ട് ആ രീതിയിൽ CPI എന്ന പാർട്ടിയെ 8 വർഷത്തിലേറെ കൈവെള്ളയിൽ കൊണ്ടുവന്ന നേതാവ് പലപ്പോഴും പല വിഷയങ്ങളിലും CPIയുമായി അദ്ദേഹത്തിന് ഇടയേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രധാനമായും അദ്ദേഹത്തിന്റെ സെക്രട്ടറി പദവിയിലെ ആദ്യ നാളുകളിലാണ് അത്തരമൊരു CPIയുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായത്. പിന്നീട് പിണറായി വിജയൻ എന്ന നേതാവുമായുള്ള വ്യക്തിബന്ധം, കോടിയേരി ബാലകൃഷ്ണൻ എന്ന തന്റെ സമകാലീനായ സാമാജികൻ, ആ 2 പേരും ഏതാണ്ട് ഒരേ കാലയളവിൽ 2 പാർട്ടികളിലെ സെക്രട്ടറിമാരായിരുന്നു. അവർ തമ്മിലുള്ള ഊഷ്മള ബന്ധമാണ് പിന്നീട് സംസ്ഥാനത്ത് ഇടതുമുന്നണി ബന്ധത്തെ പോലും നിശ്ചയിച്ചത്. ഈ രീതിയിൽ നല്ല ബന്ധത്തിൽ 7 പാർട്ടികളും പോയത് മുന്നണി ശക്തമായി വന്നത് തുടർഭരണമെന്ന അസാധാരണ നേട്ടത്തിലേക്ക് ഇടതുമുന്നണി കൊണ്ടുവരുന്നത് CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രനുമായുള്ള ഉച്ചബന്ധം കൊണ്ടുകൂടിയായിരുന്നു. പല പ്രശ്നങ്ങളും അവർ നേരിട്ട് സംസാരിച്ച് മുന്നണി യോഗങ്ങളിൽ പോലും എത്തുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ആ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാ ആഴ്ചയും CPM CPI സെക്രട്ടറിമാർ പരസ്പരം സംസാരിക്കണം, ഒരു തവണയും സംസാരിച്ചിരിക്കണമെന്ന നിബന്ധന കേന്ദ്രം ഉൾപ്പെടുകയും അതിലൂടെ മുന്നണി ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്തു. CPIയും അത്തരത്തിൽ മുന്നണി ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത നേതാവ് കൂടിയായിരുന്നു കാനം രാജേന്ദ്രൻ. യുവാക്കൾക്ക് എന്നും പ്രിയങ്കരനായ നേതാവ്. തന്റെ രൂപ ഭംഗിയും ആധാര ശൈത്യവും വന്ന ചെറുപ്പത്തിൽ തന്നെ യുവാക്കളെ ആകർഷിച്ച നേതാവ്. 19 വയസ്സിൽ AISFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടങ്ങിയ ബന്ധം അക്കാലത്ത് തന്നെ ആ രീതിയിൽ യുവാക്കളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രത്യേക ഒരു കഴിവ് കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അതുതന്നെയാണ് കാനം രാജേന്ദ്രനെ ഏറെ ശ്രദ്ധ
ശ്രദ്ധേയനാക്കിയത്. യുവാക്കൾ എന്നും അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നു. ഇപ്പോഴും CPIയിലെ യുവതലമുറയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറിയപ്പെടുന്ന കാനം പക്ഷക്കാരോ കാനത്തിന്റെ ആരാധകരോ ആണ്. അങ്ങനെയാണ് കാനം രാജേന്ദ്രൻ യുവാക്കളെ ചേർത്ത് പിടിച്ചത്. മറ്റൊരു ചരിത്ര നേതൃത്വം കാനം രാജേന്ദ്രൻ CPIക്കും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിക്കൊടുത്തത് KR ജോലിയുടെ ശേഷം ഒരു CPIയിൽ നിന്ന് ഒരു വനിതാ മന്ത്രിയാകുന്നത് ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിസഭയിൽ ജെ റാണി മന്ത്രിയാകുമ്പോഴാണ്. CPM പലപ്പോഴും വനിതാ മന്ത്രിമാർക്ക് അവസരം നൽകുമ്പോഴും CPIക്ക് അതിന് കഴിയുന്നില്ല. കാനത്തിന്റെ കൃത്യമായ നിലപാടാണ് റാണി എന്ന വനിതാ മന്ത്രി കൂടി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായത്. മന്ത്രിമാരെ കൃത്യമായി പാർട്ടി നയങ്ങൾ അത് മന്ത്രിസഭാ യോഗങ്ങളിലടക്കം വിശദീകരിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് സാധ്യമുള്ള പാർട്ടി സെക്രട്ടറി ആയിരുന്നു കാനം രാജേന്ദ്രൻ. നമുക്കറിയാം ആദ്യ പിണറായി മന്ത്രിസഭയുടെ കാലത്ത് കുട്ടനാട് തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നപ്പോൾ CPI ആവശ്യം ഉന്നയിച്ചിട്ടും അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തോമസ് ചാണ്ടി പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇടതുമുന്നണി യോഗത്തിന് ആവശ്യം ഉന്നയിച്ച ശേഷം CPI ഉന്നയിച്ച ശേഷം തോമസ് ചാണ്ടി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുമ്പോൾ 4 മന്ത്രിമാരോടും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് മാറ്റിപ്പിച്ച അസാധാരണ നേതൃപാടവം തീരുമാനം ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനമെടുത്ത പാർട്ടി സെക്രട്ടറിയാണ് കാനം രാജേന്ദ്രൻ. പിന്നീട് പലപ്പോഴും CPMുമായി ഒത്തുചേർന്ന് പോകുന്നു. CPMന്റെ തൊഴുത്തിൽ കെട്ടുന്നുവെന്ന് വിമർശനം ഉയർന്നു വന്നപ്പോഴും വളയ്ക്കാൻ ഒടിക്കാൻ പാടില്ല, അതാണ് പിന്നെ നിലപാട്. വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരമാക്കുന്ന തരത്തിൽ CPM തർക്കങ്ങൾ മാറിക്കൂടാ. മുഖ്യമന്ത്രിയെ പരസ്യമായ രീതിയിൽ അവഹേളിക്കാൻ താൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിമർശനങ്ങളെയും നേരിട്ട നേതാവ് കൂടിയാണ് കാനം രാജേന്ദ്രൻ. ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിശ്ചലമാണ്. ട്രേഡ് യൂണിയൻ രാജ്യം തന്നെ അറിയപ്പെടുന്ന നേതാവാണ്. ദേശീയതലത്തിൽ CPIയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി ഒരു കാലത്ത് മാറിയ നേതാവാണ്. ബർജനൊപ്പം ഒക്കെ ചേർന്ന ദേശീയതലത്തിൽ CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായി മാറിയ നേതാവാണ്. അത്തരത്തിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയ ഒരു വളരെ കാലം നിറഞ്ഞിരുന്ന നേതാവാണ്. ഇപ്പോഴും പാർട്ടി സ്വന്തം കൈപ്പിടിയിൽ നിൽക്കെ അദ്ദേഹം ഇടപെടേണ്ടി വരുന്നു. അതാണ് CPI പ്രവർത്തകർ വലിയ രീതിയിൽ നിഷേധിക്കുന്നത്. തിരിച്ചു വരാൻ കഴിയുമെന്ന അസാധാരണ ആത്മവിശ്വാസം ഒരു പാദം മുറിച്ചു മാറ്റുമ്പോഴും കാനം രാജേന്ദ്രൻ വച്ചുപുലർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ഒരു മാസത്തിന് ശേഷം തിരുവനന്തപുരത്ത് പ്രതീക്ഷയാണ് അദ്ദേഹം അടുപ്പക്കാരിലൊക്കെ പങ്കുവച്ചത്. പക്ഷേ അതിന് കഴിയാതെ തന്റെ സ്വപ്നമായ പാർട്ടി ആസ്ഥാന നവീകരണം തുടക്കമിട്ട് അത് പൂർത്തിയാക്കുന്നത് കാണാൻ നിൽക്കാതെ. ശരി അരുൺ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടിരിക്കുകയാണ്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ തങ്ങളുടെ പ്രിയ നേതാവ് അവസാനമായി യാത്രാമൂലം നൽകാൻ എന്നെ തള്ളതല്ല, ഇവിടെ തള്ളുന്നതല്ലേ, ഞാൻ എങ്ങനെ തള്ളുന്നത്? ഇപ്പോൾ കാലത്തിലെ യാത്രാവഴി കൈ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വിമാനത്താവളത്തിൽ സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും. ഈ വഴിയിലൂടെ
ഒക്കെ മുൻപ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും PS സ്മാരകത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. വിമാനത്താവളത്തിന് പുറത്തേക്ക് ആംബുലൻസ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്നും യാത്ര ആരംഭിക്കും. ഡാൻ കുര്യൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ഡാൻ, സഖാക്കളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് തിരുവനന്തപുരം. വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. തിരുവനന്തപുരത്തേക്ക് വളരെ സജീവമായി ശക്തനായി മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹവും. അപ്രതീക്ഷിതമായ ഈ വിയോഗം താങ്ങാനാകുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക്, അണികൾക്ക്, തൊഴിലാളികൾക്ക്. ആംബുലൻസ് എയർപോർട്ടിൽ നിന്നും തിരിച്ചിരിക്കുകയാണ്. PS സ്മാരകത്തിലേക്കാണ് അല്പസമയത്തിനകം ഭൗതികദേഹം എത്തിക്കുക. അവിടെ പൊതുദർശനം 2 മണിവരെയാണ് പൊതുദർശനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. നിരവധി പ്രവർത്തകരാണ് കാനത്തിന്റെ ഭൗതികദേഹം സ്വീകരിക്കുന്നതിനായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്നത്. ഇപ്പോൾ വാഹനവ്യൂഹം PS സ്മാരകത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഇനി ഇത് ഇപ്പോൾ PS സ്മാരകത്തിലേക്കുള്ള യാത്ര അത് വിലാപയാത്രയായി തന്നെ വരുന്നു. എവിടെയെങ്കിലും നിർത്തി ആളുകളെ കാണിക്കാനുള്ള സാഹചര്യമുണ്ടോ, അതോ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണോ? കാണുന്നില്ല. കാരണം രാവിലെ 7 മണിക്ക് എത്തിക്കുന്ന തരത്തിലായിരുന്നു ഈ പരിപാടി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി. പക്ഷേ 3 മണിക്കൂർ വൈകി മാത്രമാണ് മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നേരെ PS സ്മാരകത്തിലേക്ക് എത്തിച്ച് 2 മണിവരെ അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ഭാരവാഹികൾക്ക് ഒപ്പം തന്നെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും വിമാനത്താവളത്തിൽ കാനത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇവിടെ നിന്ന് അല്പസമയം മുമ്പാണ് മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ വിമാനത്താവളത്തിന് ആഭ്യന്തര ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഏതാണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് PS സ്മാരകത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, സാമുദായിക നേതാക്കൾ അടക്കമുള്ളവർ കാനം രാജേന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിക്കും. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നെങ്കിലും സമയം വൈകിയ പശ്ചാത്തലത്തിലാണ് ഇടപ്പള്ളി ജില്ലയിൽ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അത് PS സ്മാരകത്തിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കുടുംബാംഗങ്ങളും പാർട്ടി നേതൃത്വവും ചേർന്ന ഈ ചർച്ചകൾക്കൊടുവിൽ എത്തിയത്. എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം PS സ്മാരകത്തിൽ എത്തിക്കും. അവിടെയായിരിക്കും മുതിർന്ന മറ്റ് പാർട്ടി നേതാക്കൾ, സാമുദായിക നേതാക്കൾ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം കാനം രാജേന്ദ്രന് തിരുവനന്തപുരത്തിന്റെ സജീവ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തിക്കുന്ന നേതാക്കൾ മുഴുവൻ കാനം രാജേന്ദ്രന്റെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി PS സ്മാരകത്തിലേക്ക് എത്തും എന്നാണ് വിവരം. ഡാന, ആംബുലൻസിന് പിന്നാലെ പോകുന്ന വാഹനവ്യൂഹം അതിന്റെ യാത്ര ഇപ്പോഴും നിന്നിട്ടില്ല. അത്രത്തോളം ആളുകൾ, അത്രത്തോളം അണികൾ കാനം രാജേന്ദ്രൻ എന്ന പ്രിയ സഖാവിനെ അവസാനമായി കാണാനായി എത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതേ തിരക്ക് PS സ്മാരകത്തിൽ അവിടെ പൊതുദർശനത്തിന് വെക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ ഡാൻ? വളരെ വൈകാരികമായാണ് തിരുവനന്തപുരം ഇപ്പോൾ കാനം രാജേന്ദ്രന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും മുഴുവൻ പാർട്ടി പ്രവർത്തകരോടും PS സ്മാരകത്തിലേക്ക് എത്തേണ്ട പോകുന്ന വഴികളിലടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഒരുക്കാമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് അവിടെ തിങ്ങിക്കൂടുന്നതിനുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം ചെറിയ വഴിയിലൂടെ വേണം ആ പാർട്ടി ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പട്ടത്തെ PS സ്മാരകത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് കൂടുതൽ വാഹനങ്ങളും മറ്റും അവിടേക്ക് എത്തിയാൽ അത് വലിയ തരത്തിലൊരു ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരോട് അതത് പോയിന്റുകളിൽ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തു നൽകിയിട്ടുണ്ട് എന്നാണ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും നിരവധി വാഹനങ്ങൾ ഇപ്പോൾ ഈ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ മുമ്പിൽ പോകുമ്പോഴും വിമാനത്താവളത്തിൽ നിന്ന്
അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്കി കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ വാഹനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കാനത്തെ അത്രമേൽ അവർ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് വരും എന്ന്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകും. ഇടതുമുന്നണിയിലെ CPIയും CPMും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വളരെ സ്തുത്യർഹമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു കാനം. ആ കാനത്തെയായിരുന്നു വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരം കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായിരിക്കുന്നത്. ആ വിയോഗം ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം അടക്കമുള്ള കെ രാജൻ അടക്കമുള്ള നേതാക്കൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നോവോടെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും അശ്വതി. അദ്ദേഹം പിൻഗാമിയെ കൂടി പറഞ്ഞു വെച്ചാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് മടക്കമെന്ന് പറയാം. തന്റെ അഭാവത്തിൽ തന്റെ അവധി സമയത്ത് താൽക്കാലികമായി ബിനോയ് വിശ്വത്തിനെ ചുമതല ഏൽപ്പിക്കണമെന്നുള്ള കത്ത് നൽകി എന്നുള്ളത് നമ്മൾ ഇന്നലെ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ മരണ വാർത്ത വരുന്നത്. വളരെ അപ്രതീക്ഷിതവും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു ആ വാർത്ത, ആ വിയോഗ വാർത്ത. അത് താങ്ങാനാകാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാനാകാത്ത രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കാര്യങ്ങൾ കൃത്യമായി കണക്കുകൂട്ടലുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു നേതാവാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ, അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ, ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു അല്ലേടെ? തീർച്ചയായിട്ടും അശ്വതി, 2015 മുതൽ 8 വർഷമായി അദ്ദേഹം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിക്കുകയാണ്. അപ്പോൾ തന്നെ ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ കൃത്യമായി പറയാം. ബിനോയ് വിശ്വത്തെ തനിക്ക് പിൻഗാമിയായി, അല്ലെങ്കിൽ താൻ അവധിയിൽ പോകുന്ന സമയത്ത് ബിനോയ് വിശ്വത്തെ വേണം സംസ്ഥാന സെക്രട്ടറി ചുമതല ഏൽപ്പിക്കാനെന്ന കാര്യം അദ്ദേഹം തന്നെ അത്തരത്തിൽ ഒരു കത്തായി അറിയിച്ചതിന്, കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം സജീവമായി തിരികെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വീണ്ടും പാർട്ടി നേതൃത്വത്തിലേക്ക് കടന്നു വരാനാകുമെന്ന ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. നേതാക്കളും അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു പങ്കുവച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ ദീർഘവീക്ഷണത്തോടെ ബിനോയ് വിശ്വത്തെ തന്നെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കണമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ കാനം രാജേന്ദ്രൻ എന്ന നേതാവ് ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിന്നിരുന്ന ഒരു സജീവ രാഷ്ട്രീയ വ്യക്തിത്വം അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരം വിടവാങ്ങുമ്പോൾ അത് സമാനതകളില്ലാത്തൊരു നഷ്ടം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് CPIക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അശ്വതി. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം PS സ്മാരകത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ആംബുലൻസും മറ്റ് വാഹനങ്ങളും അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് അല്പസമയം മുമ്പാണ് തിരിച്ചത്. ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന. അല്പസമയത്തിനകം തന്നെ PS സ്മാരകത്തിൽ പൊതുദർശനം ആരംഭിക്കും. 2 മണി വരെയാണ് പൊതുദർശനം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തവണ MLA ആയി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാർലമെന്ററി രംഗത്തും രാഷ്ട്രീയ രംഗത്തും തൻ്റെ മികവ് പലവട്ടം തെളിയിച്ച വ്യക്തിയാണ് കാനം രാജേന്ദ്രൻ. സന്നിഗ്ധ ഘട്ടത്തിൽ CPIയെ പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ കൃത്യമായ നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് കാനം രാജേന്ദ്രൻ. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ, അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ്. രാഷ്ട്രീയ കേരളത്തിൽ പല നേതാക്കളുടെയും പ്രതികരണം എല്ലാവരിലും അങ്ങേറ്റം ഞെട്ടലുളവാക്കുന്ന വാർത്തയായി മാറുന്നു. കിരൺ, കാനത്തിൻ്റെ വിടവാങ്ങൽ അത് എങ്ങനെ ഓർമ്മിച്ചെടുക്കാമെന്ന് നമുക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു? CPI കേന്ദ്രങ്ങൾ ഈ മരണവാർത്ത സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, ഞെട്ടലോടുകൂടിയാണ് CPI കേന്ദ്രങ്ങളടക്കം ഈ മരണവാർത്ത സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. അദ്ദേഹത്തിന് പ്രമേഹ രോഗം വർദ്ധിച്ചത് കാരണമാണ്. അതിന് ശരിയായ രീതിയിലുള്ള ചികിത്സയും അദ്ദേഹത്തിന് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല വലിയ രാഷ്ട്രീയ തിരക്കുകൾക്ക് ഇടയിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാദം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോഴും പാദം മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോഴും കൃത്രിമ പാദം വെക്കുവാനും വീണ്ടും ആരോഗ്യത്തോടു കൂടി തന്നെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നതും. കൃത്രിമ പാദം വെച്ചുകൊണ്ട് തന്നെ വരാം എന്നുള്ള ഒരു ഉറപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിലേക്കുള്ള വലിയ വിശ്വാസത്തിലാണ് അദ്ദേഹം നിന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായത്. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് കാനം രാജേന്ദ്രൻ എന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി, CPIയെ കരുത്തോടുകൂടി CPIയെ നയിച്ച സംസ്ഥാന സെക്രട്ടറി, CPIക്ക് വീണ്ടും ഭരണത്തിലേക്ക് LDF ഭരണത്തിലേക്കൊക്കെ നയിക്കുന്നതിന് CPMനൊപ്പം നിന്ന നിർണായകമായ ഘട്ടത്തിലൊക്കെ നിന്ന സെക്രട്ടറി, CPIയെ
പാർട്ടി എന്ന രീതി ഏറ്റവും കൂടുതൽ കാനത്തിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകളെ പുതുതായി CPIയിലേക്ക് അംഗങ്ങളാക്കാൻ കഴിഞ്ഞത്. CPIയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരെ അംഗങ്ങളാക്കാൻ കഴിഞ്ഞത് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിലൊക്കെ CPMുമായി തർക്കങ്ങൾ ഉണ്ടായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം PS സ്മാരകത്തിൽ പൊതുദർശനം ആരംഭിക്കും. നിരവധി ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് മന്ത്രിമാർ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിനൊപ്പം തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ തന്നെ മന്ത്രി GR അനിൽ ഇവിടെ PS സ്മാരകത്തിലെത്തി ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ വിലയിരുത്തിയിരുന്നു.